guys, welcome back. A belated happy new year. ഓക്കെ, ഇന്ന് 2-ാം തീയതിയാണ്, അത് ജാനുവരി 2 ഇത് നമുക്ക് ലീവാണല്ലോ മന്നം ജയന്തി ആയിട്ട്. അപ്പം ഞാൻ കരുതി ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന്. അപ്പം ഞാൻ ചെയ്ത ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഉണ്ട്, പക്ഷേ അപ്പം അത് കുറച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബോൾസൊക്കെ എടുത്ത് കളിയൊക്കെ ആയപ്പോഴത്തേക്കും ചെയ്തതിൻ്റെ വൃത്തിയൊക്കെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും മതിയല്ലോ, അപ്പം നമുക്കെല്ലാം എടുത്ത് വെക്കാം കേട്ടോ, എല്ലാ സാധനങ്ങളൊക്കെ. അപ്പം ഞാനിത് വെക്കുമ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ മറന്നുപോയി. പക്ഷെ എടുത്ത് മാറ്റുമ്പോഴെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ക്രിസ്മസിൻ്റെ ലുക്കൊന്ന് കണ്ടാലോ. ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ കോലം. ഇപ്പം നമ്മളിത് ഫുള്ള് എടുത്തൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പെട്ടിയിലാണ് എല്ലാം നമ്മളെ ഈ ഐറ്റംസൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെട്ടിയിലെല്ലാം ഇട്ട് വെക്കുന്നത്. ഒരു ഷൂ ബോക്സ് ആണ്, പക്ഷെ ഇതൊക്കെ ഇട്ട് വെക്കാൻ നല്ലൊരു ബോക്സും കൂടിയാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. കണ്ടോ, വേസത്തിൽ എനിക്ക് നല്ല രസമായിട്ട് തോന്നി കേട്ടോ. ഞാനൊരു ഇത് വാങ്ങിയതാണ് 5 എണ്ണം. അപ്പോൾ ഞാനിത് അതൊരു നൂലിൽ കോർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് നമ്മുടെ ലൈറ്റ് ഊരുന്നതിന് മുന്നേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഒന്ന് എടുക്കണം. കണ്ടോ, ഞാൻ സെറ്റ് ചെയ്തത് പോലെയല്ല ഇപ്പോൾ ഉള്ളത്, ഫുള്ള് കുളമായിട്ടുണ്ട്. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് കസിൻസും ഫ്രണ്ട്സൊക്കെ വന്നതപ്പം എല്ലാവരും എടുത്ത് കളിച്ച് അവസാനം എല്ലാം കുളമായിട്ടോ. ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ, ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, നോക്കട്ടെ. ഞാൻ ലൈറ്റൊക്കെ വെച്ചിട്ട് എടുത്തൊരു പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അതിന് മുന്നേ നമ്മളിതേ താഴെ വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ എടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉണ്ണിയേശുവിനെ എടുക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ കളർ അടിച്ചവിടെ വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ കട്ടിങ്സ് ആണ് കേട്ടോ. ഞാൻ ന്യൂ ഇയറിന് ഇങ്ങനെ പടക്കം പൊട്ടിക്കാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചതാ, പക്ഷേ ഞാൻ മറന്നുപോയി. കാരണം നമ്മൾ ഫുൾ ഓൺ ആകുമ്പോൾ ഇതെല്ലാം മറക്കും. പിന്നെ ഒരു ബെല്ലുണ്ട്. പിന്നെ ഇത് ഞാൻ ചെയ്തൊരു ബോട്ടിലായിട്ടാണ്, വെറുതെ ചെയ്തതാണ്, ഒരു ഗുണമില്ലാന്നറിയാം, എന്നാലും ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഇതിൻ്റെ അല്ല, കുറച്ചും കൂടി വൃത്തിയിൽ ഞാൻ ചെയ്തിട്ടിടാം. പിന്നെ അതേ ഒരു ബെല്ലുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഞങ്ങൾ വാങ്ങിയത് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ല, ക്യൂട്ടല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു താഴത്തെ കട്ട് കഴിയും. ഇനി നമുക്ക് ലൈറ്റ്സ് ഊരിയെടുക്കാം. ലൈറ്റ്സ് ഊരാൻ കുറച്ച് പാടാണ്, കാരണം അങ്ങനെയാണ് നമ്മൾ കുരുത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കത് ഊരി
എടുക്കാട്ടോ. ഇത് കുറച്ച് ഇങ്ങോട്ടേക്കാക്കി വെക്കട്ടെ. ഞാനത് ഊരി എടുക്കട്ടെ ഇവിടെ ലൈറ്റ്സ്. അങ്ങനെ നമ്മൾ ഫുൾ ലൈറ്റ്സും ഊരി എടുത്തിട്ടുണ്ട്. ഇതേ ലൈറ്റ്സ് നമുക്ക് കുറച്ച് വലുതാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഉള്ളത്. ഇത് ഫുൾ ഊരി എടുത്തതേ നമുക്കൊന്നിങ്ങനെ സെറ്റാക്കി വെക്കാം. ഞാൻ എല്ലാം ഊരിയിട്ട് ഇത് ഇവിടെ സൈഡിൽ വെച്ചേക്കാം കേട്ടോ. ഒന്നും ബോക്സിലാക്കി എടുത്തിട്ടിട്ടില്ല, കാരണം ബോക്സിൽ കുറച്ചധികം സാമഗ്രികൾ വെക്കാനുണ്ട്. കുറച്ചേ ഉള്ളൂ, ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഇത് ലൈറ്റ് ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതിന് നൂലയച്ച് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ക്രിസ്മസ്, അതായത് ഇനിയൊരു വർഷം കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ നൂല് വെച്ചൊന്ന് അയച്ച് വെക്കാം. ഇതിന് നമുക്ക് ബോക്സിലാക്കാം കേട്ടോ ഓരോ സാധനങ്ങളായിട്ട്. നമ്മുടെ ഉണ്ണിയേശുവിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങളായിരിക്കും ഉണ്ണിയേശേ ഉള്ളോ, വേറെ ഒന്നും ഇല്ലേ എന്ന്. ശരിക്കും പറയാമല്ലോ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ വെച്ചു, ബോൾസ് എല്ലാം വെച്ചു. നമ്മുടെ ലൈറ്റും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒതുങ്ങിയിരിക്കാൻ പാടാണ്. അങ്ങനെ എല്ലാം വെച്ച് ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ ഗൈസ്. ബോക്സും കൂട്ടി നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പക്ഷെ ശരിക്കും കാണുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഓക്കെ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണോ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ക്രിസ്മസിൻ്റെ തലേന്ന് പെട്ടെന്ന് ചെയ്തതാണ്, എനിക്ക് ചെയ്യണം തോന്നിയിട്ട്. അപ്പം ഞാനിത് ഡീറ്റെയിലായിട്ട് ഞാൻ വേറൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി ഇത് വെക്കാം, കാരണം ഞാൻ അത്രയും ചെയ്തതല്ലേ, അപ്പം ഇത് വെക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എനിക്ക് കണ്ടൻറ്റ് വേണ്ടേ, അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഇങ്ങനെ എന്താ പറയുക പേപ്പർ കട്ടിങ്സാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്, ആവശ്യം വരുമെന്ന് കരുതിയിട്ട്. പക്ഷേ ഇനി വല്ല ആർട്ട് ചെയ്യുമ്പോഴും നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എടുത്തിട്ട് അകത്തേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ ഇത് ക്രിസ്മസ് ട്രീ കയറ്റി അകത്ത് വെച്ചപ്പോഴത്തേക്കും ഈ ഒരു ബോക്സ് നമ്മളിവിടെ സൈഡിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതും വെച്ച് കൊടുത്തതേ നമ്മൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ഇടയ്ക്കും ന്യൂ ഇയറിൻ്റെ ഇടയ്ക്കും ടാറ്റ പറയാണ്.